No, many places. 2000 വർഷം മുമ്പ് ക്രിസ്തുവിനെ ജെറുസലേമിലേക്ക് ആനയിച്ച് പുരുഷാരം ഓശാന പാടി കടന്നുപോയ വഴി Yeah. വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ അതിലെ സഞ്ചരിക്കുകയാണ്. And you have another gate. You see the gates close. പണ്ട് ഈ മലമുകളിൽ ധാരാളം ഒലിവ് മരങ്ങൾ വളർന്നിരുന്നു. ക്രിസ്തുവിന്റെ കാലത്ത് ജെറുസലേമിലെ സമ്പന്ന കൃഷിക്കാരുടെ ഒലിവ് പാടങ്ങൾ ഇവിടെയായിരുന്നു. സുഖകരമായ കാലാവസ്ഥയും ഏകാന്തതയും തേടിയാകാം അന്ന് യേശു ധ്യാനത്തിനായി ഈ മല കയറി വന്നിരുന്നത്. കുത്തനെയുള്ള ഇടുങ്ങിയ പാത, മലഞ്ചെരുവിലെ ഗെത്സമനി തോട്ടത്തിന്റെ കവാടവും കടന്ന് അബ്ബാസിന്റെ കാർ നീങ്ങി. ഇന്നെനിക്ക് തിരക്കിട്ട യാത്രാ പരിപാടികളാണ് ഉള്ളത്. പുരാതന ജെറുസലേമിലെ ചരിത്ര മന്ദിരങ്ങൾ ക്യാമറയിൽ പകർത്തണം. പിന്നെ അബ്ബാസിനോടൊത്ത് പാലസ്തീന്റെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിക്കുകയും വേണം. പുരാതന ജെറുസലേമിന് അരികെ എത്തിയിരിക്കുന്നു. പുരാതന നഗരത്തിന്റെ മതിൽക്കെട്ടിനപ്പുറത്ത് സഞ്ചാരികളെത്തിയ ബസ്സുകൾ നിരന്നു കിടക്കുന്നു. കിലോമീറ്ററോളം ദൂരത്തിൽ നിരനിരയായി നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ. സംഘർഷമൊഴിയുന്ന നാളുകളിൽ ജെറുസലേമിലെ കാഴ്ച ഇതാണ്. ഞങ്ങളുടെ കാർ ഡൂം ഗേറ്റിന് മുന്നിലെത്തി. അത് സൗകര്യപ്രദമായ ഒരിടത്ത് പാർക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി നടന്നു. മതിൽക്കെട്ടിനുള്ളിലൂടെ നടക്കുമ്പോൾ താഴെ തകർക്കപ്പെട്ട ജെറുസലേം ദേവാലയത്തിന്റെ അവശിഷ്ടങ്ങൾ കാണാം. ഇസ്രായേലിലെ പ്രധാനപ്പെട്ട ഒരു ആർക്കിയോളജിക്കൽ സൈറ്റാണ് ഇന്നിത്. ലോകമെമ്പാടുമുള്ള ജൂതജനത്തിന്റെ ആത്മാവിലെ നൊമ്പരമാണ് ഈ കാഴ്ച. ക്രിസ്തുവിന് മുൻപ് 960-ൽ സോളമൻ രാജാവ് പണിത ജൂതക്ഷേത്രം ഇവിടെയായിരുന്നു. BC 597-ൽ നെബുക്കദ് നസറിന്റെ നേതൃത്വത്തിൽ ഈ നഗരം പിടിച്ചടക്കിയ ബാബിലോണിയക്കാരാണ് ക്ഷേത്രം ആദ്യം അഗ്നിക്കിരയാക്കിയത്. ഏതാനും ദശാബ്ദങ്ങൾക്ക് ശേഷം സോളമന്റെ ക്ഷേത്രം പുനർനിർമ്മിക്കപ്പെട്ടു. പക്ഷേ ദുർവിധി അവസാനിച്ചിരുന്നില്ല. AD 70-ൽ ക്ഷേത്രം വീണ്ടും തകർക്കപ്പെട്ടു. അന്നു മുതൽ ഇതിന്റെ പുനർനിർമ്മാണം ജൂതജനതയുടെ സ്വപ്നമാണ്. അൽ അക്സ ലക്ഷ്യമാക്കി ഞാൻ നടന്നു. സഞ്ചാരികളും ടൂർ ഗൈഡുകളുമെല്ലാമായി കുറേയേറെ ആളുകൾ രാവിലെ തന്നെ അവിടേക്ക് നീങ്ങുന്നുണ്ട്. അൽ അക്സയും ഡോം ഓഫ് ദി റോക്കുമെല്ലാം കർശന സുരക്ഷാ വലയത്തിലാണ്. മെറ്റൽ ഡിറ്റക്ടറിനകത്തുകൂടി വേണം ആ ഭാഗത്തേക്ക് കടക്കാൻ. പരിശോധനകൾ കഴിഞ്ഞിറങ്ങുന്നത് ഒരു മരവേലിയുടെ അരികിലേക്കാണ്. മരം കൊണ്ട് നിർമ്മിച്ച ഒരു മേൽപ്പാലം. ഇതിലൂടെയാണ് അൽ അക്സയുടെ മുറ്റത്തെത്തുക. നല്ല നീളമുള്ള ഒരു ഇടനാഴി. മരപ്പലക പാകിയ അതിലൂടെ നടക്കുമ്പോൾ താഴെ ഒരു കാഴ്ചയുണ്ട്. ഒരു മതിൽ. അതിനു മുന്നിൽ കുറേയേറെ പേർ പ്രാർത്ഥിച്ചു നിൽക്കുന്നു. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക പ്രാർത്ഥനാ സ്ഥലമുണ്ട്. വേദപുസ്തകം വായിച്ച് പ്രത്യേക രീതിയിൽ ആടിക്കൊണ്ട് അവർ പ്രാർത്ഥിക്കുകയാണ്. ജൂതന്മാരാണ്. ലോകപ്രസിദ്ധമായ പടിഞ്ഞാറൻ മതിലിന് മുൻപിലാണ് അവർ നിൽക്കുന്നത്. കണ്ണീരിന്റെ മതിലെന്ന് അപരനാമമുള്ള കൽഭിത്തി. ജൂതന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനാ സ്ഥലമാണ് ഇത്. പഴയ ജൂതക്ഷേത്രത്തിന്റെ അവശേഷിക്കുന്ന ഭാഗം. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ജൂതന്മാർ ഈ മതിലിന് മുൻപിൽ പ്രാർത്ഥനയ്ക്ക് എത്താറുണ്ട്. പ്രത്യേക വേഷവിധാനങ്ങളോടെ ആടിക്കൊണ്ടുള്ള ഈ പ്രാർത്ഥന മലയാളികൾക്ക് കൗതുകമുള്ള കാഴ്ച തന്നെയാണ്. കറുത്ത കോട്ടും തൊപ്പിയും ധരിച്ചവർ റബ്ബികളാണ്. ഹീബ്രു വേദം പഠിച്ച് വൈദിക പട്ടം നേടിയവർ. യഹൂദന്മാരുടെ ഭക്തിയും ഈ മതിലിന് അവരുടെ ജീവിതത്തിലുള്ള സ്ഥാനവും വ്യക്തമാക്കുന്നതാണ് മതിലിന്മേൽ അർപ്പിക്കപ്പെടുന്ന ചുംബനങ്ങൾ. തെല്ലൊരു കൗതുകത്തോടെ ഞാൻ ആ കാഴ്ച കണ്ടുനിന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് മതിൽ തലയിടിച്ച് പ്രാർത്ഥിക്കുന്നവരും കൂട്ടത്തിലുണ്ട്. അതുകൊണ്ടാണ് ഈ മതിലിന് വിലാപത്തിന്റെ മതിൽ എന്ന് പേര് വന്നതും. മതിലിന് മുൻപിൽ വേദപുസ്തക വാക്യങ്ങൾ ഉരുവിട്ടുള്ള പ്രാർത്ഥന മാത്രമല്ല നടക്കുന്നത്. ചിലർ പ്രാർത്ഥനാശകലങ്ങൾ എഴുതിയ കടലാസു തുണ്ടുകൾ മതിലിന്റെ വിടവുകളിൽ തിരികെ വയ്ക്കുന്നു.
മതിലിന്റെ പൊത്തുകളിൽ ധാരാളം ചെറുകിളികൾ വസിക്കുന്നുണ്ട്. ഭക്തിയുടെ കാഴ്ചകൾക്ക് മീതെ അവ കളനാദം മുഴക്കി പറന്നു കളിക്കുന്നു. വെസ്റ്റേൺ വാളിന് സമീപത്തെ ഭക്തരുടെ അരികിലേക്ക് പിന്നീട് പോകാമെന്ന് ഞാൻ തീരുമാനിച്ചു. നീളം മര ഇടനാഴിയിലൂടെ മുന്നോട്ട് നടന്നു. ഇടനാഴി ഇറങ്ങിയെത്തുന്നത് പഴയ ജെറുസലേം ദേവാലയത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിലേക്കാണ്. കല്ലുപതിച്ച വലിയ തറ, തകർന്ന തൂണുകളുടെ അവശിഷ്ടങ്ങൾ ക്രമമായി പെറുക്കി അടുക്കി വെച്ചിരിക്കുന്നു. അതിനുമപ്പുറം കൽച്ചുവരുകളും നരച്ച താഴികക്കുടവുമുള്ള അൽ അക്സ ദേവാലയം. ഞാൻ അൽ അക്സയുടെ മുന്നിലേക്ക് ചെന്നു. ജെറുസലേമിലെ ഏറ്റവും വലിയ മോസ്കാണ് അൽ അക്സ. ഒരേ സമയം 5000 ആളുകൾക്ക് പ്രാർത്ഥിക്കുവാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. ലോക മുസ്ലിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു പുണ്യസ്ഥലമാണ് ഇത്. ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നിടത്തു നിന്നുമാണ് മുഹമ്മദ് നബി ഗബ്രിയേൽ മാലാഖയാൽ അനുഗതനായി സ്വർഗത്തിലേക്ക് പോയത് എന്നാണ് വിശ്വാസം. AD 674 അൽ അക്സ ദേവാലയം നിർമ്മിച്ചത് എന്നാണ് ചരിത്രം. സോളമൻ പണികഴിപ്പിച്ച ക്ഷേത്രത്തിന്റെ ഒരു ഭാഗം കൂടി മോസ്കിനോട് ചേർക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് യഹൂദരുടെ വിശ്വാസം. അൽ അക്സ ദേവാലയത്തിന്റെ മുറ്റത്ത് നിൽക്കുമ്പോൾ എതിർവശത്ത് ഡോം ഓഫ് ദി റോക്ക് കാണാം. മുസ്ലിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധനാ സ്ഥലം. പിന്നെ ഞാൻ ചെന്നത് ആ ദേവാലയത്തിനരികിലേക്കാണ്. പടവുകൾ കയറിയെത്തുന്നത് വലിയ കമാനങ്ങളുടെ ചുവട്ടിലേക്കാണ്. അവിടെ നിന്ന് നോക്കുമ്പോൾ ബൈസന്റൈൻ കരവിരുതിൽ രൂപം കൊണ്ട താഴികക്കുടത്തിന്റെ ആകാരം പൂർണ്ണമായും കാണാം. ദേവാലയപ്പടിക്കലെ കമാനത്തിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു സൂര്യ ഘടികാരം കാണാം. നിഴലിന്റെ ഗതിയനുസരിച്ച് സമയമറിയുവാനുള്ള ഒരു പഴയ സംവിധാനം. സ്വർണവർണ്ണ താഴികക്കുടവും അഷ്ടഭുജങ്ങളുമുള്ള മനോഹരമായ ഒരു നിർമ്മിതിയാണ് ഡോം ഓഫ് ദി റോക്ക്. ദേവാലയത്തിന്റെ അരികിലെത്തി. ഇസ്ലാമിക ചരിത്രത്തിൽ സവിശേഷ സ്ഥാനമുള്ള ഒരു മോസ്കാണ് ഇത്. അതിന്റെ കൗതുകകരമായ അറിവിലേക്ക് ഞാൻ സഞ്ചാരം തുടർന്നു.